വിസ്മയ കേസ് മലയാളികൾ മറക്കാൻ വഴിയില്ല. 2021 ഭർതൃവീട്ടിൽ വിസ്മയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീധന പീഡനത്തെ തുടർന്നായിരുന്നു വിസ്മയ ജീവനൊടുക്കിയത്. 2019 വിസ്മയ മോട്ടോർ വാഹന വകുപ്പ് AMVI ആയ കിരൺകുമാറുമായുള്ള വിവാഹം നടന്നത്. വിവാഹം കഴിഞ്ഞ് 2 വർഷം തികയും മുൻപാണ് വിസ്മയ ജീവനൊടുക്കിയത്. എന്നും സമൂഹത്തിൽ ചർച്ചാ വിഷയമാകുന്ന ഒന്നാണ് സ്ത്രീധന പീഡനം. വിസ്മയ കേസിന് ശേഷം നിരവധി സ്ത്രീധന പീഡന കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വർക്കല SIയുടെ ക്രൂരപീഡനത്തിന്റെ കഥയാണ്. ഭർത്താവായ വർക്കല സ്റ്റേഷനിലെ SIയുടെയും വനിതാ SIയുടെയും അവിഹിത ബന്ധത്തെ ചോദ്യം ചെയ്തതിനാണ് യുവതിക്ക് നേരെ ക്രൂരമായ മർദ്ദനവും കൊല്ലുമെന്ന ഭീഷണിയും ഉണ്ടായത്. ഭർതൃവീട്ടുകാർ സ്ത്രീധനത്തിന്റെ പേരിൽ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടെന്ന് യുവതി പറയുന്നു. കല്യാണത്തിന് മുൻപ് സ്ത്രീധനം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 5 ലക്ഷം രൂപ നൽകിയതായും യുവതി വ്യക്തമാക്കി. ഭർത്താവിന്റെ ഈ അവിഹിത ബന്ധത്തെ ഭർതൃവീട്ടുകാർ പിന്തുണച്ചിരുന്നതായും ഇതിനെ ചൊല്ലി വഴക്കുകൾ സ്ഥിരമായിരുന്നുവെന്നും യുവതി പറയുന്നു. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം. 6 വയസ്സായ ഒരു കുട്ടിയും ഇവർക്കുണ്ട്. ഭക്ഷണം പോലും തരാതെ വീട്ടിൽ നിന്ന് കടുത്ത പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും വനിതാ SIയുടെ ഭാഗത്തു നിന്നും ഭീഷണികൾ ഉയർന്നിരുന്നുവെന്നും യുവതി വ്യക്തമാക്കി. ആദ്യം സുഹൃത്തുക്കൾ മാത്രമായിരുന്ന ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു ബന്ധം ഉടലെടുത്തിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നു. ഭർത്താവിൽ നിന്ന് അവഗണന നേരിട്ട് തുടങ്ങിയപ്പോൾ തോന്നിയ സംശയത്തിന്റെ പുറത്ത് വാടകയ്ക്ക് നിൽക്കുന്ന വീട്ടിൽ നേരിട്ട് ചെന്നപ്പോഴാണ് ഇരുവരെയും ഒരുമിച്ച് കണ്ടത്. അന്ന് ഭർത്താവ് അവിടെ വെച്ച് മർദ്ദിച്ചുവെന്നും യുവതി പറയുന്നു. സ്ത്രീധനം വാങ്ങുന്നതും നൽകുന്നതും ശിക്ഷാർഹമാണെന്ന നിയമം നിലനിൽക്കെ തന്നെയാണ് ഒട്ടനവധി സ്ത്രീധന പീഡനം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. കമ്മീഷണർ തൊട്ട് താഴേക്കിടയിലെ പോലീസുകാർക്ക് നേരെ തന്നെ ഗാർഹിക പീഡന കേസുകൾ നിരവധിയുണ്ട്. എന്നാൽ ഇതിനിരയായവർ പലപ്പോഴും ഭയം കാരണമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്തത്. ഇങ്ങനത്തെ നിരവധി കേസുകൾ സംസ്ഥാനത്ത് വിവിധ സ്റ്റേഷനുകളിലായി കെട്ടിക്കിടക്കുന്നുണ്ടാകും. വേലി തന്നെ വിളവ് തിന്നുന്ന സമൂഹത്തിൽ ഇത്തരം കേസുകൾ ഉയർന്നുവരാൻ യാതൊരു സാധ്യതയുമില്ല. അതിനാൽ തന്നെ ഗാർഹിക പീഡനങ്ങൾ നേരിടുന്ന ഇരകൾ നീതി ലഭിക്കില്ലെന്ന ഭയത്താൽ മുന്നോട്ടു വരാൻ തയ്യാറാവുകയുമില്ല.